PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇതിൻ്റെ സെറ്റ് 1, സെറ്റ് 2 നമ്മൾ കവർ ചെയ്തു. ഇനി സെറ്റ് 3 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത സെറ്റ് 3യിലേക്ക് പോകാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നാണ്. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? അതിൽ ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആയിരുന്നു. ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. കാരണം ഇത് INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബേസിക് ആയിട്ടുള്ള സംഗതിയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന, കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് AO ഹ്യൂമാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയത്തിന്റെ വിഷയം ഭാരതത്തിനു വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയോഗിക്കണം എന്നതായിരുന്നു. ഇതും അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷേ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നോട്ട്ബുക്കുമായിട്ട് വേണം ഇരിക്കാൻ. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത പുതിയ പോയിന്റ് മാത്രം നിങ്ങൾ ഒരു ചെറിയ നിങ്ങളുടെ ഷോർട്ട് കട്ട് രീതിയിൽ നോട്ട് ചെയ്തെടുക്കണം. ഈ ക്ലാസ്സിന് വേണ്ടി മാത്രമാണ് നോട്ട് വേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നോട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട് എഴുതി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റ് നമുക്ക് അങ്ങനെ അറിയണമെന്നില്ല. അപ്പോൾ ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയോഗിക്കണം എന്നുള്ളൊരു വിഷയം അതൊരു ആദ്യ പ്രമേയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യ പ്രമേയമാണ് ഈ പറഞ്ഞ. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രമേയം ഉണ്ടെന്നും അത് അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യറാണെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൊടുത്തിട്ടുള്ള എല്ലാം ശരിയാണ്. അതായത് ഓപ്ഷൻ A ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലും നടത്താറുണ്ട്. താല്പര്യമുള്ളവരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യുക. അടുത്തത് ക്വസ്റ്റ്യൻ 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 പട്ടികകളാണ് ഇപ്പം നമുക്ക് ഏകദേശം ഈ സെറ്റ് 1, സെറ്റ് 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ തന്നെ PSCയുടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ്റെ രീതി നമുക്ക് മനസ്സിലായി. പട്ടിക വരുന്നുണ്ടെന്ന് മനസ്സിലായി. പട്ടിക ഇങ്ങനെ ആകാം വരാൻ സാധ്യതയെന്നും ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒന്നാമത്തെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് സംഘടനകളാണ്. ബ്രഹ്മസമാജം, അതേപോലെ ആര്യസമാജം, ദ്രാവിഡ മുന്നേറ്റ ഘടകം, രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഫൗണ്ടേഴ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. ദയാനന്ദ സരസ്വതി, CN അണ്ണാദുരൈ, വീരേശലിംഗം, രാജാറാം മോഹൻ റോയ്. പക്ഷെ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം ബ്രഹ്മസമാജം വളരെ ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണ് കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്നതാണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. അതായത് 1D ആണ്. 1D ആയിട്ട് വരുന്നത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതാണ് ശരിയാകുക. ബാക്കിയെല്ലാം ഓപ്ഷൻ മാറ്റിയ വ്യത്യാസമുണ്ട്. ഇതാണ് 1Dയിൽ വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി 1C 1B ഒക്കെയാണ് വരുന്നത് 1D. അപ്പോൾ നമുക്ക് ബ്രഹ്മസമാജം നമുക്കറിയാം, അത് രാജാറാം മോഹൻ റോയ് ആണ്. ആര്യസമാജം നമുക്കറിയാം, അത് ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ 2A എന്ന് പറയുന്ന 1D 2A. പിന്നെ ദ്രാവിഡ മുന്നേറ്റ ഘടകം, അതാണ് DMK ഇപ്പം നമുക്കറിയാം തമിഴ്നാട്ടിൽ DMK ആണ് ഭരിക്കുന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ നേതാവ് അറിയാം, സ്റ്റാലിനാണ് അപ്പോൾ ദ്രാവിഡ മുന്നേറ്റ ഘടകം DMK അത് CN അണ്ണാദുരൈയുടെയാണ്. CN അണ്ണാദുരൈ. രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ അത് വീരേശലിംഗമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരെണ്ണം ഇതായിരിക്കും, രാജമുന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ. പിന്നെ ചിലർക്ക് ഒരുപക്ഷെ DMK അറിയണമെന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ ശരിയുത്തരമായി വരുന്നത് രണ്ടാമത്തേത് B ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് അടുത്തത്. മൂന്നാമത്തെ ചോദ്യം ഇതും ചിലപ്പോൾ അറിയണമെന്നില്ല. ഫെഡറൽ കോടതി, അതേപോലെ 1853 ചാർട്ടർ ആക്ട്, 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട്. ഇതിൽ നാലാമത് പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട്, അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിയമം ആക്ട്, അതറിയാൻ പറ്റും. കാരണം ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന റിപ്പൺ പ്രഭു, ഡൽഹൌസി പ്രഭു, കാനിങ് പ്രഭു, ലിൻലിത്ഗോ പ്രഭു. ഇതിൽ തദ്ദേശ സ്വയംഭരണങ്ങളുടെ പിതാവ് എന്നും പറഞ്ഞ് നമ്മളൊരാളെ പഠിക്കുന്നുണ്ട്, റിപ്പൺ പ്രഭു അപ്പോൾ 4A. അപ്പോൾ 4A ഇതിൽ ഏതാ വരുന്നതെന്ന് നോക്കിയാൽ 4A ഏതാ വരുന്നതെന്ന് നോക്കിയാൽ നമുക്കറിയാം. ഇവിടെ 4A വരുന്നുണ്ട്, കണ്ട 4A. അപ്പോൾ ബാക്കിയൊന്നും 4A വരുന്നില്ല, 4C. അങ്ങനെ നോക്കി കണ്ടുപിടിക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറുള്ളതും ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഇപ്പോൾ ഫെഡറൽ കോടതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ലിൻലിത്ഗോ പ്രഭുവായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫെഡറൽ കോടതി ലിൻലിത്ഗോ പ്രഭുവായിട്ട്, അതായത് ഇവിടെയാണ് ലിൻലിത്ഗോ പ്രഭു 1D.
അല്ലെ, ഫെഡറൽ കോടതി ലിൻലിത്ഗോ പ്രഭുവായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ 1853 ചാർട്ടർ ആക്ട് ഡൽഹൌസി പ്രഭുവായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഡൽഹൌസി പ്രഭു അല്ലെ, ഡൽഹൌസി പ്രഭുവായിട്ടാണ് 1853 ചാർട്ടർ ആക്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് കാനിങ് പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാനിങ് പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിപ്പൺ പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം, ഫെഡറൽ കോടതി ലിൻലിത്ഗോ പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1853 ചാർട്ടർ ആക്ട് ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് കാനിങ് പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് റിപ്പൺ പ്രഭുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അറിയാൻ പാടില്ലാത്തത് മാത്രം നോട്ട് ചെയ്തെടുക്കുക. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്നവയുടെ ശരിയായ ക്രമം എഴുതുക എന്നുള്ളതാണ്. ഇതിൽ ഈ വർഷം അറിഞ്ഞിരിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിലെ ടോപ്പിക് ഏതാണ് അതുകൂടി നിങ്ങൾ ഇതോടൊപ്പം റിവിഷൻ ചെയ്ത് പോയാൽ വളരെ നല്ലത്. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് 1940 നടന്നിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് 42 നടന്നിട്ടുള്ളതാണ്. ക്യാബിനറ്റ് മിഷൻ 46 നമുക്കറിയാം. ഇത് ഓൾറെഡി ഓർഡറിൽ തന്നെയാണ്, 40, 42, 46. അതായത് 1, 2, 3. ഇവിടെ ഓപ്ഷൻ ഇതായിട്ട് വരുന്നത് ഡി ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇത് നിങ്ങൾ പഠിക്കുക. പിന്നെ എനിക്കെല്ലാം വിശദമായി പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻ ഇത് വർക്കൗട്ട് ചെയ്ത് പോകാൻ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങളിത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കുക. പിന്നെ നമ്മൾ വേറെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അതിലിതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ്. തെറ്റായ പ്രസ്താവന അല്ലെ, ഇങ്ങനെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് 5. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നത് അല്ലെ. ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്ത് നമുക്കറിയാം, ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നത് പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് ഇത് കൊണ്ടുവന്ന ഡൽഹൌസിയാണ്. റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡൽഹൌസിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ബോധം എല്ലാവർക്കും ഉള്ളിലുള്ളത് കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. റെയിൽവേ കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ റെയിൽവേ ബോർഡ് കൊണ്ടുവരുന്നത് കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ്. മനസ്സിലായി? അപ്പോൾ അവിടെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ് റെയിൽവേ ബോർഡ് വരുന്നത്. എന്നാൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൽഹൌസിയുടെ കാലത്താണ്. പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫ് അതേപോലെ റെയിൽവേ ഇതൊക്കെ ഡൽഹൌസിയുടെ കാലത്താണ്. എന്നാൽ റെയിൽവേ ബോർഡ് കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ തെറ്റായത് ഏതെന്നാണ്, അത് ആദ്യം തന്നെ കിട്ടി. ഇനി ബി എന്ന് പറയുന്നത് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്, ശരിയാണ്. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ്, ശരിയാണ്. കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ് 1887 കലാപം നടക്കുന്നത്, അതും ശരിയാണ് അല്ലെ. കാനിങ് പ്രഭു അല്ലെ, ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്, അതൊക്കെ നമുക്കറിയാം അല്ലെ. കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള സംഗതി തന്നെയാണ്. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് വരിക, അവിടെ ഇതിൻ്റെയൊക്കെ പരീക്ഷ നടക്കുന്നുണ്ട്. പിന്നെ ചില ലൈവ് ഓഡിയോ ക്ലാസ്സുകളൊക്കെ ടൈം കിട്ടുന്നത് പോലെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന 1 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് 1773 പാസാക്കിയ ക്രമവൽകൃത നിയമപ്രകാരം നിയമിതനായ ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പം നമുക്കറിയാം, ഈ ക്രമവൽകൃത നിയമം എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് നമ്മൾ പഠിക്കുന്നത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം അല്ലെ നിയമിതനായ ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇത് ശരിയായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. നമുക്കറിയാം, ഇത് ബേസിക് സംഗതികളാണ്, ഇത് നമുക്കറിയാം, ഇത് ശരിയാണ്. അടുത്ത പ്രസ്താവന 2 എന്ന് പറയുന്നത്, പ്രസ്താവന 2, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ജനറൽ പദവി വഹിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇതും ബേസിക് ആയിട്ടുള്ള സംഗതിയാണ്. ഇത് രണ്ടും ശരിയാണ്, 2 പ്രസ്താവനകളും ശരിയാണ് അല്ലെ. നിങ്ങൾക്കിപ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ? കാരണം ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റാണ് അല്ലെ. രണ്ടും ബേസിക് സംഗതികളാണ്. അപ്പോൾ നിങ്ങൾ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് നിങ്ങളിപ്പോൾ തന്നെ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. വാറൻ ഹേസ്റ്റിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഡൽഹൌസി ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ അവിടെ സൂചിപ്പിച്ച ചില ആൾക്കാരില്ലേ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ഇങ്ങനെയാണല്ലോ, ശരിയായതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അത് വരച്ചിട്ടേക്കും. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? മൈസൂർ രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ശരിയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുന്നു അല്ലേ? മൈസൂർ രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാന നഗരം ബാംഗ്ലൂർ ആയിരുന്നു. അതിലൊരു സംശയമുണ്ട് അല്ലേ? പെട്ടെന്ന് കയറിയിട്ട് കർണാടക എന്ന് അറിയാലോ, മൈസൂർ കർണാടകയിലാണെന്നും പറഞ്ഞിട്ട് ബാംഗ്ലൂർ അടിക്കാൻ പാടില്ല. ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ടിപ്പു സുൽത്താന്റെ തലസ്ഥാന നഗരം ബാംഗ്ലൂർ ആയിരുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന നോക്കിയാൽ ടിപ്പു സുൽത്താൻ അടുത്ത ബന്ധം പുലർത്തിയെന്ന ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ. ഇത് നമുക്കറിയാം അല്ലെ? സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട കാര്യമൊക്കെ നമുക്കറിയാം. സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു അല്ലെ നെപ്പോളിയൻ. നെപ്പോളിയനുമായിട്ട് ഫ്രഞ്ച് ഭരണാധികാരി നെപ്പോളിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള, ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതേപോലെ ടിപ്പു സുൽത്താൻ 1799 4ാം മൈസൂർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു അല്ലെ? മൈസൂർ യുദ്ധങ്ങളൊക്കെ നമുക്കറിയാം, നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലെ? ശ്രീരംഗപട്ടണം ഉടമ്പടി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് ഇതൊക്കെ ബേസിക്കാണ്. ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇത് തെറ്റെന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. അതായത് 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരിയായിട്ട് വരുന്നത് എന്താണ്? ഡി ഓപ്ഷനാണ്. ഡി ഓപ്ഷൻ 1, 3, 4 ശരിയായിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ്. അപ്പം നമ്മളങ്ങനെ എലിമിനേറ്റ് ചെയ്തെടുത്തു. അടുത്ത എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ. അവിടെ പറയുന്നത് 1ാം ലോക മഹായുദ്ധാനന്തരം തുർക്കി സുൽത്താനോട് സ്വീകരിച്ച അവഹേളനപരമായ സമീപനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങാൻ കാരണമെന്നാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനം പഠിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് ഒരു പോയിന്റ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ാം ലോക മഹായുദ്ധാനന്തരം തുർക്കി സുൽത്താനോട് സ്വീകരിച്ച 1ാം ലോക മഹായുദ്ധാനന്തരം തുർക്കി സുൽത്താനോട് സ്വീകരിച്ച അവഹേളനപരമായ സമീപനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങാൻ കാരണം എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. അടുത്തത് രണ്ടാമത് അലി സഹോദരന്മാർ എന്ന പേരിൽ പ്രസിദ്ധരായത് മൗലാന മുഹമ്മദ് അലിയും റഹ്മത്ത് അലിയും എന്നാണ്. ഇത് തെറ്റാണ് അല്ലെ? നമുക്കറിയാം ആരൊക്കെയാണ് അലി സഹോദരന്മാർ എന്നുള്ളത് അല്ലെ? അലി സഹോദരന്മാർ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഇവിടെ റഹ്മത്ത് അലിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? റഹ്മത്ത് ഇവരുണ്ടായിരുന്ന ഇപ്പൊ ചീത്ത വിളിച്ചാണ് അല്ലെ? മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ ഇത് തെറ്റാണ്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മഹാത്മാഗാന്ധിയാണ്. അതാണ് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ പോയിന്റ്. അത് ശരിയാണ്. 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് സമ്മേളനം, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് അനുഭാവപൂർണമായ സമീപനമാണ് ഗാന്ധിജി പുലർത്തിയത്. ഇത് നമ്മൾ അതേപടി വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പോൾ ശരിക്കും ഇവിടെ ശരിയായ പ്രസ്താവന 1, 3, 4 എന്ന് പറയുന്ന ഡി ഓപ്ഷനാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അടുത്ത ഒൻപതാമത്തെ ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1 എന്ന് പറയുന്നത് 1911 കോൺഗ്രസ് സമ്മേളനമാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട സന്ദർഭം എന്നാണ് പറയുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ഒന്നാമത്തേത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1911 കോൺഗ്രസ് സമ്മേളനമാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. ഇനി പ്രസ്താവന 2 നോക്കുക. റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു 1911 സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്നാണ്. ഇത് തെറ്റാണ്. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഗതികളായതുകൊണ്ട് നമുക്ക് കണ്ണടച്ച് പറയാമല്ലോ. ഇതൊക്കെ തെറ്റാണ്. കാരണം എന്താ? 1911 BN ദർ ആയിരുന്നു ആ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇത് നമ്മൾ ജനഗണമന പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. BN ദർ ആയിരുന്നു. അപ്പോൾ 1911 ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BN ദർ ആയിരുന്നു, ഒരിക്കലും റാഷ് ബിഹാരി ഘോഷ് അല്ല അല്ലേ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? പ്രസ്താവന 1 ശരിയും 2 തെറ്റുമാണ്. പ്രസ്താവന 1 ശരിയും 2 തെറ്റും. അതുകൊണ്ട് എ ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളത്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ കമൻറ്റും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ പറയുക. പിന്നെ ഇനി ഈ പുസ്തകത്തിൽ തന്നെ ഈ എഡിഷനിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ വൈകിട്ട് ഇടുന്നുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സ് വൈകിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മറ്റ് ടോപ്പിക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി എല്ലാം കാണാൻ ശ്രമിക്കുക. ദിവസവും രാവിലെ 5 മണിക്കാണ് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. നാഷണൽ ഹെറാൾഡ്. ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറഞ്ഞാൽ 2015-16 കാലഘട്ടങ്ങളിൽ പത്രത്തിൽ പ്രധാന ന്യൂസ് ആയിരുന്നു നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവായിട്ട് കണക്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ പുതിയ NDA ഗവൺമെൻറ് 2014 നിലവിൽ വന്നതിന് ശേഷം പെട്ടെന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് നാഷണൽ ഹെറാൾഡുമായിട്ട് ബന്ധപ്പെട്ട്. ആ പത്രം വായിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരും. അന്ന് നാഷണൽ ഹെറാൾഡ് സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആണ്. അതിലന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പത്രം വായിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇനി പ്രബുദ്ധ ഭാരത് സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ടതാണ്. അതും ശരിയായിട്ടുള്ള ജോഡി തന്നെയാണ്. നാഷണൽ ഹെറാൾഡ്, ജവഹർലാൽ നെഹ്റു, പ്രബുദ്ധ ഭാരത്, സ്വാമി വിവേകാനന്ദൻ. അടുത്തത് കേസരി, ബാലഗംഗാധര തിലകൻ. ഇതൊക്കെ നമുക്കറിയാം, ബേസിക് ആയിട്ടുള്ള സംഗതിയാണ്. കേസരി എന്ന് പറയുന്ന ബാലഗംഗാധര തിലകൻ, ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു ജോഡി തന്നെയാണ്. ഇനി അഭ്യുദയ എന്ന് പറയുന്നത്, അഭ്യുദയ എന്ന് പറയുന്ന മദൻ മോഹൻ മാളവിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല, നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് നോട്ട് ചെയ്യുക. അഭ്യുദയ എന്ന് പറയുന്നത് മദൻ മോഹൻ മാളവിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ശരി എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം തന്ന പോലെ തന്നെ ശരിയായ ജോഡി കണ്ടെത്തുക എന്ന് തന്നെയാണ് 11ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിട്ടുള്ളത് സ്വാമി വിവേകാനന്ദനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ, ഇതൊരു പക്ഷേ അത്ര പെട്ടെന്ന് സാധ്യതയില്ല, പക്ഷേ ഇത് കറക്റ്റാണ്. മഹാത്മാഗാന്ധിയാണ് ഇതിൻ്റെ നേതാവെന്ന് പറയുന്നത്. ശരിയാണ് കേട്ടോ. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തേതും ശരിയാണ്. പിന്നെ റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി RDP എന്ന് പറയുന്നത് MN റോയിയുടെ പാർട്ടിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇതൊക്കെ ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. ഇതും ഓപ്ഷൻ എല്ലാം ഈ പറയുന്ന 4 കാര്യങ്ങളും ശരിയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ മഹാത്മാഗാന്ധി, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി MN റോയ്, ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. 11ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ ഓപ്ഷനും എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. അടുത്തത് കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നേരത്തെ ബാലാമണി അമ്മ അവാർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡാണ് അല്ലേ. അപ്പോൾ ഇത് 2023 കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ്. 2023 കിട്ടിയിട്ടുള്ള ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 2023 2020 KG ശങ്കരപ്പിള്ളയ്ക്ക്, 2019 സുഗതകുമാരിക്കും, 2018 ചന്ദ്രശേഖര കമ്പറ അല്ലേ. ചന്ദ്രശേഖര കമ്പാർ എന്നും പറയുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും പ്രയോജനം കിട്ടട്ടെ. അപ്പോൾ 2023 പ്രഭാവർമ്മ കടമ്മനിട്ട രാമകൃഷ്ണൻ അവാർഡ് 2023 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പിന്നെ 2022 21 ഇല്ല. പിന്നെ കിട്ടുന്ന 20 KG ശങ്കരപ്പിള്ളയ്ക്ക് അല്ലേ. 20 അല്ലേ. അപ്പോൾ 2020 ശേഷം 21 22 ഇല്ല, 23 പിന്നീട് കൊടുക്കുന്ന പ്രഭാവർമ്മയ്ക്ക്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം. എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത പേജ് ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതോടുകൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ 2023 പ്രിയ AS-നാണ് അല്ലേ. ഇത് ഞാൻ നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 2022 മെയ് മുതൽ 2023 മെയ് മുതൽ 2024 ഈ മാർച്ച് വരെയുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രിയ AS പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്നും പറഞ്ഞിട്ട് ഞാൻ ചില കണക്ട് ചെയ്തൊക്കെ അന്ന് ഓരോ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അന്നേരം തോന്നുന്ന ഒരു ഇതനുസരിച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഈ 2023 കിട്ടിയിട്ടുള്ളത് ബാലസാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള പ്രിയ AS-നാണ്. പെരുമഴയത്തെ കുഞ്ഞുതലുകൾ. അതിന് തൊട്ട് മുമ്പ് കിട്ടിയിട്ടുള്ള 2022 സേതുവിനാണ്. ചേക്കുട്ടി അല്ലേ. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ചേക്കുട്ടി എന്ന കൃതി ആരുടേതാണ്, അങ്ങനെ ചോദിക്കുക. അപ്പോൾ സേതുവിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുക. പിന്നെ 2021 രഘുനാഥ് പലേരി, അവർ മൂവരും ഒരു മഴവില്ലും. ഇത് പ്രത്യേകം ഓർക്കണം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡുണ്ട്, അത് കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ട് ഇത് ക്ലിയർ ചെയ്ത് തന്നെ പോവുക. ഇപ്പോൾ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ബുക്കെടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ 2000 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പ്രത്യേകം പഠിക്കണം. കാരണം ആ ഒരു ടോപ്പിക്കാണല്ലോ ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതെടുത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ 2023 പ്രിയ AS പെരുമഴയത്തെ കുഞ്ഞുതലുകൾ, 2022 സേതു ചേക്കുട്ടി, 2021 രഘുനാഥ് പലേരി, അവർ മൂവരും ഒരു മഴവില്ലും, 2020 ഗ്രേസി വാഴ്ത്തപ്പെട്ട പൂച്ച, 2019 മലയത്ത് അപ്പുണ്ണിയുടെ സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയൊക്കെ കൃതികൾക്കാണ് അല്ലെ. സമഗ്ര സംഭാവനയ്ക്ക് 2019 മലയത്ത് അപ്പുണ്ണിക്ക്, 2020 ഗ്രേസിയുടെ വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന കൃതിക്ക്, 2021 രഘുനാഥ് പലേരിയുടെ
അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്ക്, 2022 സേതുവിൻ്റെ ചേക്കുട്ടി എന്ന കൃതിക്ക്, 2023 പ്രിയ ASന്റെ പെരുമഴയത്തെ കുഞ്ഞുതളുകൾ എന്ന കൃതിക്ക്. അപ്പോൾ അടുത്ത ഒരു 12ാമത്തെ പോയിന്റ് നോക്കാം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്ഥിരം രീതി ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ സംഭവം, ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ അത് ക്രൂരമായ തെറ്റ് എന്നുള്ളത് വിശേഷിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അതായത് ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. രണ്ടാമത്തേത്, ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. സുരേന്ദ്രനാഥ് ബാനർജിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത 3ാമത്തെ പ്രസ്താവന നോക്കുക. ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്ത് പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ ശർക്കരയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു. ഇത് ശരിയാണ്. നമ്മളത് പഠിച്ചത് മറ്റേ സ്വദേശി പ്രസ്ഥാനം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. 4ാമത് നോക്കാം. അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? ടാഗോർ അല്ലേ രചിച്ചിട്ടുള്ളത്? അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത് ടാഗോറാണ്. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. 4ാമത്തെ തെറ്റ്. പകരം 1, 2, 3 ശരി. ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ബി ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ അറിയാൻ പാടില്ലാത്തത് നോട്ട് ചെയ്യണം നിങ്ങളുടെ ബുക്കിൽ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഏതെന്ന് നോക്കാം. തെറ്റായ പ്രസ്താവന 1, സിറാജുദ്ദൗളയെ 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. ശരിയാണ്. ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാം. സിറാജുദ്ദൗളയെ 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവ് പരാജയപ്പെടുത്തി. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി പ്രവർത്തിച്ച സിറാജുദ്ദൗളയുടെ സേനാനായകനായിരുന്നു മിർ ജാഫർ. ഇതും അറിയാം നമ്മൾ. മിർ ജാഫറിന്റെ ചതിമൂലമാണ് സിറാജുദ്ദൗള പരാജയപ്പെടുന്നതെന്നറിയാം. അത് രണ്ടും ശരിയാണ്. പിന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ച യുദ്ധമാണ് 1764 ബക്സാർ യുദ്ധം. അതും ശരിയാണ്. ബക്സാർ യുദ്ധം അല്ലെ, പ്ലാസി യുദ്ധം അടിത്തറ പാകി അല്ലെ, മേധാവിച്ച് ഉറപ്പിച്ചത് 1764 ബക്സാർ യുദ്ധവും. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ തകർന്ന യുദ്ധമാണ് ബക്സാർ യുദ്ധവും. അത് പക്ഷേ ശരിയല്ലല്ലോ. അത് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം 1760 വാണ്ടിവാഷ് യുദ്ധമാണ് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ സാമ്രാജ്യ മോഹങ്ങൾ തകർത്തതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1760 വാണ്ടിവാഷ് യുദ്ധം. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇവിടെ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡി ആണ്. അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പ്രസ്താവനകളാണ് 14ാമത്തെ ചോദ്യത്തിൽ ചോദിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് നമുക്ക് നോക്കാം. 1ാമത്തേത്, റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇപ്പം നിങ്ങൾ നോക്കട്ടെ, വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് മിക്കവാറും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വാറൻ ഹേസ്റ്റിങ്സിനെ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. റോബർട്ട് ക്ലൈവ് ആരംഭിച്ച ദ്വിഭരണം വാറൻ ഹേസ്റ്റിങ്സ് നിർത്തലാക്കി എന്നാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അത് രസമാണ്. ഒരു ഗവർണർ ജനറൽ ആരംഭിക്കുന്നത് തൊട്ടടുത്ത് വരുന്ന ഗവർണർ ജനറൽ റദ്ദ് ചെയ്ത് കളയാറുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഒരാൾ അവതരിപ്പിക്കും, തൊട്ട് പുറകെ വരുന്ന ആൾ അത് നിർത്തലാക്കും. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഇനി 3ാമത്തെ ഒരു പോയിന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച്മെന്റിന് വിധേയനാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇതും നമുക്കറിയാം. വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംപീച്ച്മെന്റിന് വിധേയനായിട്ടുണ്ട് എന്ന്, അഴിമതി ആരോപണങ്ങളെ നേരിട്ടിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്കറിയാം. പിന്നെ ഒരു കാര്യം പറയുന്ന, വാറൻ ഹേസ്റ്റിങ്സ് ഒക്കെ പോലെ പലരും ബ്രിട്ടീഷ് രാജ്യത്തിൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്യത്തിൽ പലർക്കും ഇന്ത്യയിലേക്ക് ഒരു ഓഫീസറായിട്ട് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ്. ഭയങ്കര കൂട്ടടിയായിരുന്നെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷിന്റെ ഒരു ഓഫീസറായിട്ട് വന്നതിന് ശേഷം ഇവിടെ കുറേ അഴിമതി നടത്തി കാശുണ്ടാക്കി തിരിച്ചവർ അവിടെ പോയിട്ട് അവിടെ രാജകീയമായിട്ടായിരുന്നു ജീവിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഉദ്യോഗസ്ഥരായിട്ട് വന്നാൽ അങ്ങനെ ഒരു നേട്ടം അവർക്കുണ്ടായിരുന്നു അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ വാറൻ ഹേസ്റ്റിങ്സ് ഒക്കെ ഭയങ്കര ധനികനായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം ഭയങ്കര ലാവിഷായിട്ട് ജീവിച്ച ആളാണെന്നാണ് പറയുന്നത്. ഇദ്ദേഹം മാത്രമല്ല മറ്റു പലരും. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ രാജിവെച്ച ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്നാണ് പറയുന്നത്. അതും ശരിയായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 14 ഓപ്ഷൻ എ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യണം കേട്ടോ.
നോട്ട് ചെയ്യണം, പഠിച്ചോളുക. പുതിയ പോയിന്റുകളൊക്കെയാണ് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന മിക്ക കാര്യങ്ങളൊക്കെ പുതിയ പോയിന്റുകളൊക്കെ തന്നെയാണ്. റാങ്ക് ഫെയിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യണം. അടുത്ത 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, പട്ടിക 1 പട്ടിക 2. അതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, സൈനിക സഹായ വ്യവസ്ഥ, ദത്തവകാശ നിരോധന നിയമം, ഇസർദാരി സംവിധാനം. ഇതിൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്തത് ഇസർദാരി സംവിധാനമായിരിക്കും. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അത് കോൺവാലിസ് ആണെന്ന് നമ്മൾ, പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് അല്ലെ, കോൺവാലിസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈനിക സഹായ വ്യവസ്ഥ അത് വെല്ലസ്ലി ആണ്, വെല്ലസ്ലി പ്രഭു അല്ലെ, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം അല്ലെ, സൈനിക സഹായ വ്യവസ്ഥ. ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെ, ദത്തവകാശ നിരോധന നിയമം അത് ഡൽഹൌസി പ്രഭുവാണ് അല്ലെ. ഇതൊക്കെ നമുക്കറിയാം. പിന്നെന്താണ് ഇസർദാരി സംവിധാനം? ഇസർദാരി സംവിധാനം ആരാണ്? ഇസർദാരി സംവിധാനം അത് വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇസർദാരി സംവിധാനം വാറൻ ഹേസ്റ്റിങ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 1C 2D 3B 4A അതാണ് വരുന്നത്. അതിൽ 15ാമത് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുക അല്ലെ, 4A. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു, 4A. അപ്പം നിങ്ങൾ നോട്ട് കറക്റ്റായിട്ട് നോട്ട് എഴുതി കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അറിയാൻ പാടില്ലാത്തത് മാത്രം നോട്ട് എഴുതുക, അറിയാവുന്നത് എഴുതി വെറുതെ സമയം കളയണ്ട. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കാണുക. പ്രസ്താവന 1. ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രണ്ടാമൻ പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ 1661 വിവാഹം കഴിച്ചപ്പോൾ പോർച്ചുഗൽ രാജാവ് സ്ത്രീധനമായി നൽകിയ പ്രദേശമാണ് ബോംബെ അല്ലെ. നമ്മളറിയാതെ നമ്മുടെ പ്രദേശം അവിടെ അവർ ഡീലാക്കി അല്ലെ. പ്രസ്താവന 2. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് പരമാധികാരം ലഭിച്ച ആദ്യ പ്രദേശമാണ് ബോംബെ എന്ന് പറയുന്നത്. ഈ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ, 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവായ ചാൾസ് രണ്ടാമൻ പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ 1661 വിവാഹം കഴിച്ചപ്പോൾ പോർച്ചുഗൽ രാജാവ് സ്ത്രീധനമായി നൽകിയ പ്രദേശമാണ് ബോംബെ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് പരമാധികാരം ലഭിച്ച ആദ്യ പ്രദേശമാണ് ബോംബെ. ശരിക്കും പറഞ്ഞാൽ റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയിട്ടാണ് ബംഗാൾ കൈവശപ്പെടുത്തുന്നതെങ്കിൽ പോലും അതിനു മുമ്പേ തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ബോംബെ അല്ലെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? ബോംബെ അവർക്ക് യുദ്ധം ചെയ്യാതെ തന്നെ ആര് കൊടുത്തു? അന്ന് പോർച്ചുഗലിന്റെ കയ്യിലിരുന്ന പ്രദേശമായിരുന്നുകൊണ്ട് അവർ സ്ത്രീധനം എന്നുള്ള നിലയിൽ അല്ലെ കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റ് അവിടെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അവർ ശരിക്കും യുദ്ധം ചെയ്ത് മേടിച്ചത് സിറാജുദ്ദൗളയുടെ കയ്യിൽ നിന്ന് ബംഗാൾ പ്രവിശ്യയാണ്. അല്ലാതെ തന്നെ ബോംബെ എന്ന് പറയുന്നവർക്ക് ഓൾറെഡി യുദ്ധം ചെയ്യാതെ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പറഞ്ഞ 2 പ്രസ്താവനകളും ശരിയാണ്. അതാണ് ഇതിനകത്ത് വരുന്നത്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവനകൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ബംഗാളിലെ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് ഗവർണറാണ് കേട്ടോ. ഈ ഗവർണർ, ബംഗാളിലെ ഗവർണർ എന്നുള്ള പദവി 1773 നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് വന്നു കഴിയുമ്പം ഗവർണർ എന്നുള്ളത് മാറിയിട്ട് ഗവർണർ ഓഫ് ബംഗാൾ എന്ന് വരുന്നുണ്ട്. അല്ല, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇപ്പം ആദ്യം റോബർട്ട് ക്ലൈവ് ഗവർണർ ഓഫ് ബംഗാൾ എന്നാണ്, പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാണ് വാറൻ ഹേസ്റ്റിങ്സ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ഈ ഒരു പ്രസ്താവന ശരിയാണ്. അടുത്തത്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. അത് നമുക്കറിയാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്, റോബർട്ട് ക്ലൈവ്. അതേപോലെ ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണറായിരുന്നത് ഹെൻറി വാൻസിറ്റാർട്ട് ആണ്. ബക്സാർ യുദ്ധം നടക്കുമ്പോൾ ബംഗാൾ ഗവർണർ ആയിരുന്നത് ഹെൻറി വാൻസിറ്റാർട്ട് ആണ്. വാൻസിറ്റാർട്ട് വായിക്കൊള്ളാത്ത പേരൊക്കെയാണ് അല്ലെ. ഹെൻറി വാൻസിറ്റാർട്ട്, തുപ്പലും തെറിക്കും പല്ലും തെറിച്ചു പോകും. ബക്സാർ യുദ്ധം നടന്ന സമയത്ത് ബംഗാൾ ഗവർണർ ആയിരുന്നത് ഹെൻറി വാൻസിറ്റാർട്ട് ആണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ബക്സാർ യുദ്ധം അവസാനിച്ചത് അമൃത്സർ ഉടമ്പടിയിലൂടെയാണ്. ഇത് തെറ്റാണ് അല്ലെ. ബക്സാർ യുദ്ധം അവസാനിക്കുന്നത് അലഹബാദ് ഉടമ്പടിയിലൂടെയാണ് കേട്ടോ. അലഹബാദ് ഉടമ്പടി. അപ്പൊ തെറ്റായിട്ടുള്ളത് ഇതാണ്. അപ്പൊ 1, 2, 3 ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി. തെറ്റായിട്ടുള്ളതാണ്. ബക്സാർ യുദ്ധം അവസാനിക്കുന്നത് അലഹബാദ് ഉടമ്പടിയിലൂടെയാണ്. അലഹബാദ് ഉടമ്പടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
അപ്പോൾ ഇതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കിലൂടെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാകുന്നത്. എന്തെങ്കിലും ശൈലി മാറ്റണമെങ്കിൽ അങ്ങനെ പറയുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നത്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. അതിൽ ഒന്ന്, ഉപ്പ് സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ ഗാന്ധിജിയും ഇർവിൻ പ്രഭുവുമാണ് കരാറിൽ ഏർപ്പെട്ടത്. അതാണ് ഒരു പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഉപ്പ് സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ ഗാന്ധിജിയും ഇർവിൻ പ്രഭുവുമാണ് കരാറിൽ ഏർപ്പെട്ടത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931 മാർച്ച് 5-നാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് അല്ലെ. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന 1931 മാർച്ച് 5-നാണ്. അടുത്തത്, ഗാന്ധി ഇർവിൻ ഉടമ്പടിക്ക് സാഹചര്യം ഒരുക്കിയ നേതാക്കളാണ് തേജ് ബഹാദൂർ സപ്രുവും BR അംബേദ്കറും എന്ന്. അത് ശരിയായില്ല അല്ലേ. അത് തെറ്റാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടിക്ക് സാഹചര്യം ഒരുക്കിയത് ശരിക്കും പറഞ്ഞാൽ തേജ് ബഹാദൂർ സപ്രുവും MR ജയ്ക്കറുമാണ്. തേജ് ബഹാർ സപ്രു ഉണ്ട്, ഇദ്ദേഹം ഉണ്ട്. പിന്നെ കൂടെയുള്ളത് BR അംബേദ്കർ അല്ല, MR ജയ്ക്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ BR അംബേദ്കറിന്റെ പേര് ആവശ്യമില്ലാതെ അതിൽ കയറ്റിക്കൊണ്ട് തന്നെ ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. 4ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, കോൺഗ്രസ് 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിട്ടാണ്. ഇതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് 3ാമത്തേത് മാത്രമാണ്. 1, 2, 4 എന്നത് ശരിയാണ്. ഓപ്ഷൻ ഡി ശരിയാണ്. ഇവിടെ ഓപ്ഷൻ ഡി ശരിയാണ്. 1, 2, 4. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ് നമുക്ക് നോക്കാം. 19ാമത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തേത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1 എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പ്രസ്താവന 1, ഗുരുകുലം സംഭവത്തിന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട സാമൂഹിക പരിഷ്കർത്താവാണ് EV രാമസ്വാമി നായ്ക്കർ. അത് പ്രസ്താവന 1ാമത്തേതാണ്. ഗുരുകുലം സംഭവത്തിന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട സാമൂഹിക പരിഷ്കർത്താവാണ് EV രാമസ്വാമി നായ്ക്കർ. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അറിയാൻ പാടില്ലാത്തവർ നോട്ട് ചെയ്ത് വെച്ചോണം. ഗുരുകുലം സംഭവത്തിന്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട സാമൂഹിക പരിഷ്കർത്താവാണ് EV രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹം പെരിയോർ, വൈക്കം വീരർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. EV രാമസ്വാമി നായ്ക്കർ. അടുത്ത 2ാമത്തെ പ്രസ്താവന, വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തി പങ്കെടുത്ത അദ്ദേഹം വൈക്കം വീരർ എന്ന് വിശേഷിക്കപ്പെടുന്നു അല്ലെ. പെരിയോർ അല്ലെ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇദ്ദേഹമാണ് അല്ലെ. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 2ഉം അല്ലെ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ അറിയാൻ പാടില്ലാത്ത നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. അതിൽ കാൺപൂർ നാനാ സാഹിബ്, അത് ശരിയാണ്. കാൺപൂർ നാനാ സാഹിബ്. രോഹിൽഖണ്ഡ് ഖാൻ ബഹാദൂർ ഖാൻ, അതും ശരിയാണ്. ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ, ബറേലി, അതും 3ാമത്തെ ഓപ്ഷൻ, അതും ശരിയാണ്. അടുത്തത് ആറ ബീഗം ഹസ്രത്ത് മഹലാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ് അല്ലേ. ആറയിൽ ശരിക്കും കൻവർ സിംഗ് ആണ്. ഈ ബീഗം ഹസ്രത്ത് മഹൽ വരുന്നത് അത് ലക്നൌവിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ് വരുന്നത്. ആറയിൽ ശരിക്കും വരുന്നത് കൻവർ സിംഗ് ആണ്. ആറയിൽ കൻവർ സിംഗ്. അപ്പോൾ ഇത് 4 തെറ്റാണ്. ബാക്കിയൊക്കെ ശരിയാണ് കേട്ടോ. അപ്പം 4 തെറ്റാണ്. അതായത് 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സെറ്റ് 3 ഫുള്ള് പഠിച്ചിട്ടുണ്ട്. സെറ്റ് 3 സാധാരണ നമ്മൾ 1, 2 ക്ലാസ്സിലായിട്ടാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ അരമണിക്കൂർ എടുത്തിട്ടുണ്ടെന്നാലും 3 സെറ്റ് നമ്മളിപ്പോൾ തീർത്തു. അപ്പോൾ ഇതിൻ്റെ പരീക്ഷ എന്തായാലും നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.